ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. സ പുനസ്ത്വദുപാസന പ്രഭാവാദ്ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലേ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ആ ദേവഹൂതി ദേവിയിൽ പ്രസന്നനായ കർദമ്മ പ്രജാപതിയുടെ കഥ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇനിയും ഇപ്പോൾ ഇതുവരേക്കും അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഭഗവാൻ സേവയിൽ മുഴുകിക്കഴിയുന്ന കർദമ്മ പ്രജാപതിയെയും ദേവഹൂതി ദേവിയെയുമായിരുന്നു നമ്മൾ കണ്ടത്. ഇനി അവരുടെ ആ ജീവിതത്തിന് വരുന്ന ഒരു മാറ്റം, ജീവിതത്തിൻ്റെ ഒഴുക്കിൽ ആ ഒഴുക്കിൻ്റെ ദിശ മാറുന്നതാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ഇവിടെ കർദമ്മ പ്രജാപതി വീണ്ടും ഭഗവത് സേവയിൽ മുഴുകിയിരിക്കുമ്പോൾ ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണിപ്പോൾ ആ ദേവഹൂതി ദേവിയുടെ ആ ഒരു സമർപ്പണഭാവം, മനോഭാവം കാണാൻ ഇടയാവുന്നത് അല്ലേ. നടക്കുന്നതെല്ലാം നമുക്ക് ഈ നാരായണീയത്തിൽ തന്നെ പലയിടത്തും ഇനി നമുക്ക് കാണാം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, സർവം ഭവത് പ്രേരണയൈവ നൂനം. ഉറപ്പിച്ചു പറയുകയാണ്, നൂനം വളരെ ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. എല്ലാം ഭഗവാന്റെ പ്രേരണ അനുസരിച്ചാണ്, ഭഗവത് ഇച്ഛ അനുസരിച്ചാണ് നടക്കുന്നതെന്ന്. ഇവിടെയും ഈ ഒരു ദേവഹൂതി ദേവിയുടെ ആ ഒരു സമർപ്പണ മനോഭാവം കാണാൻ കർദമ്മ പ്രജാപതിക്ക് ഇടവരുത്തിയതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ കർദമ്മ പ്രജാപതി, സന്തുഷ്ടനായ കർദമ്മ പ്രജാപതി ഇനി എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. സ പുനസ്ത്വദുപാസന പ്രഭാവാദ്ദയിതാ കാമകൃതേ. സഹ എന്ന് പറഞ്ഞാൽ ആ കർദമ്മ പ്രജാപതി. അപ്പോൾ ആ കർദമ്മ പ്രജാപതി ആകട്ടെ ഇനിയും എന്താ ചെയ്തത്? പുനസ്ത്വദുപാസന പ്രഭാവാദ്ദയിതാ കാമകൃതേ. ഇവിടെ പുനഃ ത്വത് ഉപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് പുനസ്ത്വത് ഉപാസന പ്രഭാവാദയിതാ കാമകൃതേ. പുനഃ എന്ന് പറഞ്ഞാൽ അനന്തരം, അതിനുശേഷം, അതായത് ആ ഒരു ദേവഹൂതി ദേവിയിൽ സന്തുഷ്ടനായ കർദമ്മ പ്രജാപതി അനന്തരം ത്വദുപാസന പ്രഭാവാത്. ത്വത് എന്നാൽ അങ്ങയെ, ഉപാസന പ്രഭാവാത് ഇത്ര കാലവും ഉപാസിച്ച് നേടിയ, അങ്ങയെ സേവ ചെയ്ത് നേടിയ ആ ഒരു പ്രഭാവാത് വൈഭവത്തിൻ്റെ ബലത്താൽ, ആ ഒരു തപോബലത്താൽ ദയിതാ കാമകൃതേ. ദയിത എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രിയ പത്നി. കാമകൃതേ, കാമ എന്നാൽ ആഗ്രഹം. അപ്പോൾ തൻ്റെ പ്രിയ പത്നിയുടെ ആഗ്രഹമനുസരിച്ച് കൃതേ, കൃതേ എന്നാൽ സൃഷ്ടിച്ചു, തൻ്റെ തപശക്തി കൊണ്ട് സൃഷ്ടിച്ചു. എന്താ? വിമാനെ. അങ്ങനെ സൃഷ്ടിച്ച ആ വിമാനത്തിൽ വനിതാകുല സങ്കുലേ. വനിതാകുല സങ്കുലം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോൾ വിദ്യാധര സ്ത്രീകളാൽ, വനിതാകുലം എന്ന് പറഞ്ഞാൽ വിദ്യാധര സ്ത്രീകൾ, വിദ്യാധര സ്ത്രീകളാൽ അങ്ങനെ ചുറ്റപ്പെട്ട് നവാത്മാ. നവം എന്ന് പറഞ്ഞാൽ 9. നവാത്മാ 9 രൂപങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് വ്യഹരദ്ദേവപഥേഷു. വ്യഹരത ദേവപഥേഷു. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വ്യഹരദ്ദേവപഥേഷു. വ്യഹരത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ
ചുറ്റി സഞ്ചരിച്ച് എല്ലായിടത്തും പോയി സുഖിച്ചു വസിച്ചു എന്നുള്ള അർത്ഥം. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ, അതാണ് അടുത്ത പറയുന്ന ദേവപഥേഷു, ദിവ്യസ്ഥലങ്ങളിൽ പോയി സുഖിച്ച് വസിച്ചു. എങ്ങനെ? ദേവഹൂത്യ, ക്ഷമിക്കണം, ദേവഹൂത്യ. ദേവഹൂത്യ എന്ന് പറഞ്ഞാൽ ദേവഹൂതി ദേവിയോടും കൂടി. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആ ദേവഹൂതിയുടെ അർപ്പണ മനോഭാവത്തോടുകൂടി ക്ഷമയോടുകൂടി തന്നെ പരിചരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ സംതൃപ്തനായ കർദമ പ്രജാപതിയാകട്ടെ ഇത്ര കാലവും അങ്ങയെ സേവ ചെയ്തതിൻ്റെ ആ ഒരു പ്രഭാവത്തിൽ, അതിൻ്റെ ഒരു ബലത്തിൽ, ആ ഒരു തപോബലത്തിൽ അവിടെ തൻ്റെ പ്രിയപത്നിയായ ദേവഹൂതിയുടെ ആഗ്രഹമനുസരിച്ച് ഒരു വിമാനത്തെ സൃഷ്ടിച്ചിട്ട് ആ വിമാനത്തിൽ പല ദിവ്യസ്ഥലങ്ങളിലും പോയി സുഖിച്ചു വസിച്ചു. അപ്പോൾ ഓരോ ദിവ്യസ്ഥലങ്ങളിലും ഈ കർദമ പ്രജാപതി എങ്ങനെയാ പല രൂപത്തിലാണ്, അഥവാ 9 വ്യത്യസ്ത, ക്ഷമിക്കണം, ത്രോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് കാരണം. ഹരേ കൃഷ്ണ. 9 വ്യത്യസ്ത രൂപങ്ങൾ കൈക്കൊണ്ടുകൊണ്ടാണ് ഈ പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ദേവഹൂതി ദേവിയോടൊപ്പം സുഖിച്ച് വസിച്ചത്. ഇവിടെയും ഇതിനോടനുബന്ധമായിട്ടുള്ള ചില കഥകളുണ്ട്. അതായത് ഏറെക്കാലം ഇങ്ങനെ കർദമ പ്രജാപതി ഭഗവത് സേവയിൽ മുഴുകിക്കഴിഞ്ഞ അങ്ങനെ ആ ഒരു രൂപമൊക്കെ വളരെ ക്ഷീണിച്ച് ശരിക്കും ഒരു സന്യാസിയുടെ വേഷം, അഥവാ താടിയും മുടിയുമൊക്കെ വളർത്തി അങ്ങനെ ഒരു രൂപത്തിലേക്ക് കർദമ പ്രജാപതി മാറിയിരുന്നു. അതേപോലെ തന്നെ ദേവഹൂതി ദേവിയും ചെറിയ പെൺകുട്ടിയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു വാർദ്ധക്യം കടന്നുകൂടിയതുപോലെ ആയി ഭവിച്ചു എന്ന് പറയാറുണ്ട് ഗ്രന്ഥങ്ങളിൽ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ദേവഹൂതി ദേവിയിൽ സംതൃപ്തനായ ആ പരിചരണത്തിൽ സംതൃപ്തനായ കർദമ പ്രജാപതി തൻ്റെ തന്നെ യോഗബലം കൊണ്ട് രണ്ടുപേരെയും വീണ്ടും ആ ചെറുപ്പമായി മാറുകയും അല്ലെങ്കിൽ വീണ്ടും ആ യൗവന അവസ്ഥയെ പ്രാപിക്കുകയും അതിനുശേഷം തൻ്റെ പ്രിയതമയുടെ ആഗ്രഹമനുസരിച്ച് ഒരു വിമാനം സൃഷ്ടിച്ച് അതിൽ മറ്റു വിദ്യാധര സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് ദേവഹൂതി, അഥവാ ഈ ദേവഹൂതിയെ പരിചരിക്കാൻ ഇത്ര കാലവും ഈ ദേവഹൂതി തന്നെ പരിചരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ആ ദേവഹൂതിയെ പരിചരിക്കാൻ ധാരാളം വിദ്യാധര സ്ത്രീകളെയും ധാരാളം പരിചാരകരെയും തൻ്റെ തന്നെ യോഗബലം കൊണ്ട് സൃഷ്ടിച്ച് അവരെയും കൂട്ടിയിട്ടാണ് കർദമ പ്രജാപതി ഇതുപോലെ പല ദിവ്യസ്ഥലങ്ങളിലും സന്ദർശിച്ചത്. അങ്ങനെ പലയിടത്തും പോകുമ്പോൾ പല രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് 9 വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ദേവഹൂതി ദേവിയോടൊപ്പം സുഖിച്ചു വസിച്ചത് പല ദിവ്യ സ്ഥലങ്ങളിലും പോയിട്ട്. ഇവിടെയും ആ ഒരു തപോബലത്തിൻ്റെ ശക്തിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവത് സേവ കൊണ്ട് ആ ഭഗവത് സേവയിൽ മുഴുകിയിരുന്ന കർദമ പ്രജാപതിയും ദേവഹൂതിയും കാലം തങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളെ അറിഞ്ഞതേയില്ലായിരുന്നു. രണ്ടുപേരിലും ജരാനരകളും വാർദ്ധക്യവും ഒക്കെ അങ്ങനെ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയപ്പോൾ ആ സമയത്ത് മാത്രമാണ്, അതായത് അത്ര വരേക്കും ഭഗവാനെ അങ്ങയുടെ പ്രീതിയിൽ, അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട് അങ്ങയുടെ സേവയിൽ മുഴുകി കഴിയുകയായിരുന്നു കർദമ പ്രജാപതിയും ദേവഹൂതി ദേവിയും. അപ്പോൾ ഇനിയും അമാന്തിച്ചുകൂടാ എന്ന് ഭഗവാന് തോന്നിയത് കൊണ്ടാവാം കർദമ പ്രജാപതിക്ക് അങ്ങനെയൊരു ചോദനയുണ്ടായത്, ആ ദേവഹൂതി ദേവിയെ ഒന്ന് നിരീക്ഷിക്കാൻ. അപ്പോഴാണ് താൻ വിവാഹിതനാണെന്ന്, തൻ്റെ ആ ഒരു
ലൗകികമായ ജീവിതത്തിലേക്ക് അറിയാതെ ഒന്ന് തെന്നി വീണ, അല്ലെങ്കിൽ അതിലേക്കൊന്ന് വഴുതി വീണ പെട്ടെന്ന് ഈ ഒരു ജീവിതത്തെക്കുറിച്ച് കർദമ പ്രജാപതി ചിന്തിക്കാനിടയായതും ഭഗവാന്റെ ഒരു നിയോഗമായിരുന്നു, ഭഗവാന്റെ ഒരു നിശ്ചയമായിരുന്നു. അങ്ങനെ വീണ്ടും ആ ചെറുപ്പത്തെ എല്ലാം കൈക്കൊണ്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ തപോബലം കൊണ്ട് ആ ഒരു ഇത്ര കാലവും ഭഗവാനെ സേവിച്ച് നേടിയ ബലമൊന്നും പാഴായി പോവില്ല എന്ന് നന്നായി അറിയാമായിരുന്നു കർദമ പ്രജാപതിക്ക്. അങ്ങനെ ആ ബലം കൊണ്ട് ഭാര്യയ്ക്ക് എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതേപോലെ ഒരു വിമാനത്തെ സൃഷ്ടിച്ച് തന്നെയല്ല, ഇനിയും തൻ്റെ പ്രിയപത്നിക്ക് സേവ ചെയ്യാൻ ധാരാളം വിദ്യാധര സ്ത്രീകളെ സൃഷ്ടിച്ചു കൊടുത്തു. ഇനിയും തൻ്റെ പ്രിയപത്നി ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ധാരാളം പുണ്യസ്ഥലങ്ങളിൽ പോയി, ആ വിമാനത്തിൽ ധാരാളം പുണ്യസ്ഥലങ്ങളിൽ പോയി അവിടെയൊക്കെ സുഖിച്ചു വസിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. സ പുനസ്ത്വദുപാസന പ്രഭാവാദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലേ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാം. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ചില ബുക്കുകളിൽ സ പുനസ്ത്വദുപാസന പ്രഭാവാത് അത് അങ്ങനെ തന്നെയാവും കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് താഴെ ദയിതാ കാമകൃതേ എന്നായിരിക്കും. ചില ബുക്കുകളിൽ പ്രഭാവ, അതായത് പുനസ്ത്വദുപാസന പ്രഭാവ എന്ന് കഴിഞ്ഞ് ഒരു ഹൈഫൺ, ഒരു വരയിട്ടിട്ട് താഴെ ദ കൂട്ടക്ഷരമായിരിക്കും. അപ്പോൾ താഴെ കൂട്ടക്ഷരമാണ് വരുന്നതെങ്കിൽ കഴിയുന്നതും അത് പുനസ്ത്വദുപാസന പ്രഭാവാദയിതാ കാമകൃതേ എന്ന് ചേർത്ത് വായിക്കുക. അതല്ല എങ്കിൽ പുനസ്ത്വദുപാസന പ്രഭാവാദ എന്നെടുത്തിട്ട് ദയിതാ കാമകൃതേ എന്ന് താഴെ എടുക്കുക. ഇനിയും ആദ്യത്തെ പാദത്തിൽ പുനസ്ത്വദുപാസന പ്രഭാവാദാണ്, അതുകൊണ്ട് ദായുടെ ഉകാരം ശരിക്കും പുനസ്ത്വദുപാസന അങ്ങനെ തന്നെ അത് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് നാലാമത്തെ പാദത്തിൽ വരുമ്പോൾ വ്യഹരത് ദേവപഥേഷു ദേവഹൂത്യ, അവിടെയും വ്യഹരത് ദേവപഥേഷു ആണ്. അപ്പോൾ ആ ദ കൂട്ടക്ഷരമാണ്. വ്യഹരത് ദേവപഥേഷു, ദ ഒന്ന് കട്ടിയിൽ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയും അതിൽ അന്വയക്രമത്തിലുള്ള വാക്കുകൾ സഹ പുനഃ ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലഃ നവാത്മാ ദേവഹൂത്യ ദേവപഥേഷു വ്യഹരത്. ഒന്നുകൂടി പറയാം. സഹ പുനഃ ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുല സങ്കുലഃ നവാത്മാ ദേവഹൂത്യ ദേവപഥേഷു വ്യഹരത്. ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ശ്ലോകത്തിൽ നമുക്കൊന്ന് അനുസ്മരിക്കേണ്ടതായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ.